ഇപ്പോൾ പുറത്തു വരുന്ന ഒരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്മർ ജൂനിയറും അതുപോലെ തന്നെ റോബിനോ ജൂനിയറും തമ്മിൽ എന്താ പറയുക ട്രെയിനിങ് സെഷനിൽ ഒരു വഴക്കുണ്ടാകി എന്നൊക്കെ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സാൻറ്റോസിൻ്റെ ട്രെയിനിങ് സെഷൻ്റെ ഇടയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ന്യൂസ് ഇപ്പോൾ ഗ്ലോബോ പുറത്തു വിട്ടതനുസരിച്ചാണെങ്കിൽ 3 കാര്യങ്ങളാണ് റോബിനോ ജൂനിയർ നെയ്മർക്കെതിരെ ആരോപിക്കുന്നത്. ഒഫീഷ്യലായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്, സാൻറ്റോസിന് ലെറ്റർ വഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാൻറ്റോസ് അപ്പൻ ഒഫീഷ്യലായിട്ട് അവരുടെ അക്കൗണ്ടുകൾ വഴി അറിയിച്ചിട്ടുണ്ട് ഇതിനെതിരെ അന്വേഷണം ആരംഭിക്കുകയാണ്, എന്താണെന്ന് വെച്ചാൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ സാൻറ്റോസും എന്താ പറയുക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ 3 കാര്യങ്ങളാണ് ലെറ്ററിൽ റോബിനോ ജൂനിയർ പറയുന്നത്. ഒന്ന്, തനിക്കെതിരെ ഭയങ്കര എന്താ പറയുക ഏറ്റവും അറ്റാക്ക് ചെയ്യുന്ന രീതിയിലാണ് നെയ്മർ ട്രെയിനിങ് സെഷൻ്റെ ഇടയിൽ കളിച്ചത്. പ്രാക്ടീസ് മാച്ച് ആയിരിക്കുമെന്ന് എനിക്ക് വിചാരിക്കുന്നു. പിന്നെ രണ്ടാമത് പറഞ്ഞത് എനിക്കെതിരെ വലിയ വലിയ ടാക്കിളുകൾ ചെയ്തു, പരിക്കേൽപ്പിക്കാൻ പോകുന്ന ടാക്കിളുകൾ ചെയ്തു. മൂന്നാമത് എന്നെ അടിച്ചു, സ്ലാപ്പ് ചെയ്തു. ഇങ്ങനെ 3 പരാതികളാണ് റോബിനോ ജൂനിയർ ഒഫീഷ്യലായിട്ട് കൊടുത്തിരിക്കുന്നത് ലെറ്ററിൽ. ഇത് ഗ്ലോബോ പുറത്തുവിട്ടേക്കുന്നതാണ്. അപ്പോൾ ഇതിനെതിരെ എന്താ പറയുക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സാൻറ്റോസ്. എന്താണ് ഇതിൻ്റെ റിയാലിറ്റി എന്ന് ഇപ്പോഴും ആർക്കും വ്യക്തമല്ല. എന്തായാലും സാൻറ്റോസിൻ്റെ അന്വേഷണത്തിൽ ഇത് തെളിയുന്നതായിരിക്കും. പക്ഷെ ഒരു പക്ഷേ നെയ്മർ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കാത്തിരിക്കുന്നത് ഒരു ബാനായിരിക്കാം എത്രയോ മത്സരങ്ങളിൽ നിന്ന്. അത് അദ്ദേഹത്തിൻ്റെ കരിയറിനെ തന്നെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. വേറൊന്നുമല്ല, വേൾഡ് കപ്പ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഓരോ മത്സരങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ സംഭവങ്ങളുണ്ടാകുമ്പോൾ മത്സരങ്ങൾ നഷ്ടമായാൽ അത് ആഞ്ചലോട്ടിയുടെ കണ്ണിൽ എന്തായിരിക്കുമെന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് നെയ്മർക്കൊരു തിരിച്ചടിയാവാനുള്ള സാധ്യതയുണ്ട്, തെളിഞ്ഞാലുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഇന്നലത്തെ ട്രെയിനിങ് സെഷനിൽ ഇരുവരും ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത മത്സരം സാൻറ്റോസിന് വേണ്ടി കളിക്കാനായിട്ട് ഇരുവരും പുതിയ ആ സ്റ്റേഡിയത്തിലേക്ക്, അവേ സ്റ്റേഡിയത്തിലേക്ക് ഇവർ ഒരുമിച്ച് രണ്ടുപേരും യാത്ര ചെയ്തിട്ടുണ്ട് ഇന്നലെ. അപ്പോൾ ആ മത്സരം എന്തായാലും നാളെയാണ്. ആ മത്സരത്തിൽ ഇവർ ഇറങ്ങുമെന്ന് തന്നെയാണ് ഒഫീഷ്യലി അറിയിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ കഴിയുന്നതായിരിക്കും.